ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ എൻ്റെ ചേച്ചിയുടെ മോനെ ഒന്ന് വിളിക്കാൻ പോകണം മരിയാപുരത്ത്. അതാണ് ഇന്ന് രാവിലത്തെ പരിപാടി. മണി 7:30 ആയതേ ഉള്ളൂ. അവനെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് അടുത്ത് ഇന്നത്തെ ഡേയിലേക്ക് കിടക്കാം. ഹലോ മച്ചമാരി, അപ്പോൾ വണ്ടിയെടുത്ത് നമുക്ക് അങ്ങോട്ട് ആ ചെറുക്കനെ വിളിക്കാൻ വേണ്ടി പോവാം. രാവിലെ തന്നെ ബൈപ്പാസ് അടിപൊളി സെറ്റ് ഫീല്. നമ്മള് കാഞ്ഞിരംകുളത്ത് നിന്ന് മരിയാപുരത്തോട്ടാണ് പോണത്. എങ്ങനെയുണ്ട് നമ്മളെ ബൈപ്പാസ്? അപ്പോഴേ ഇനി അവന്റെ വീടെത്തിയിട്ട് ഞാൻ വരാം. വണ്ടി ഓടിച്ചോണ്ടിരിക്കാം. ഇതാണ് ചെറുക്കൻ്റെ അമ്മ സ്കൂളിൽ പോയെന്ന് തോന്നുന്നു. അപ്പൊ ചെറുക്കൻ വീടൊക്കെ പൂട്ടിയതായി ഇറങ്ങി. ഞാൻ വരുമ്പോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വാടാ വാടാ. എടേ, നിനക്ക് എന്ത് പറ്റി? ശ്വാസം മുട്ടാതെ? എങ്ങനെ? ശരി ശരി ശരി. നമുക്ക് ഇവന് ഒരു ആവി കുടിക്കാൻ വേണ്ടി ഇവന്റെ അമ്മാമ്മ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോവാം. ഗൈസ്, വീഡിയോ എടുക്കുന്നത് നമ്മളെ ചെറുക്കനാണ്. പേര് അബി. എടാ, എത്ര ക്ലാസ്സിലായടാ? 6ല. ഏത് സ്കൂളില്? ഞാൻ ഇന്ന് വൈകുന്നേരം ആയിരിക്കും പോണേ. നീ ഇന്ന് വൈകുന്നേരം തന്നെ പോണ? ഇന്ന് ഇവിടെ നിൽക്കുവോ? ഗൈസ്, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയത് ശരവണൻ ഹോട്ടലിലാണ്. ഇവിടുത്തെ സാമ്പാർ വടയും ചായയും സെറ്റാണ്. അങ്ങനെ ശരവണ ഭവനില് ചായ കുടിക്കാൻ വേണ്ടി കയറി. നമ്മളെ കായംകുളത്തിന്റെ തൊട്ടടുത്ത് തന്നെ ബൈപ്പാസിൽ തന്നെ ഉണ്ട്. ചെറുക്കനൊരു ചായ വേണം, ചായ കുടിക്കാം. ഇവിടുത്തെ സാമ്പാർ വട സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സാമ്പാർ വട. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സെറ്റാണ്. ഒരു മാറ്റമില്ല. സെറ്റ് സാധനം. അപ്പൊ ഇനി കഴിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സൂപ്പർ അല്ലേ? ചായ ഇപ്പൊ വരും കേട്ടാ. അത് നല്ല ചൂടായിരിക്കേ. ഇനി തിരിച്ചൊഴിയും. അഭികൂട്ടാ, നിന്റെ കയ്യിലെ വാച്ച് ഒന്ന് കാണിച്ചപ്പോ എന്റെ വിരലിലെ. ഗൈസ്, അവന്റെ വിരലിലെ വാച്ച് ഉണ്ട്. ഓരോരോ ട്രെൻഡുകൾ പുതിയ. ഇവിടെ കാണിക്ക്. സമയം കറക്റ്റ് തന്നെ. എവിടെ നിന്ന് വാങ്ങിച്ചേ? സ്കൂളിലുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് സെറ്റ് സാധനം. ഇപ്പൊ വാച്ച് കിട്ടേണ്ട ആവശ്യമില്ല, മോതിരമായിട്ട് യൂസ് ചെയ്യാം വാച്ച്. കൊള്ളാം കേട്ടോ അത്. പക്ഷെ കുടി അത് തണുക്ക് മുമ്പേ കുടി. ചായ എങ്ങനെ ഉണ്ടെന്ന് പറ. കൊള്ളാമോ? ഞങ്ങൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഈ നേരെ ആശുപത്രിയിലേക്കാണ്. ഈ ശരവണ ഹോട്ടൽ കറക്റ്റ് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ കാഞ്ഞിരംകുളത്തിൽ നിന്ന് പുറത്തിവള വഴി. ഞാൻ വഴി ഒന്ന് കാണിച്ചു തരാമേ. ഗൈസ്, ഇതാണ് ഈ ടേണിങ് കഴിഞ്ഞ് വലത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ശരവണ ഭവൻ. ഞാൻ കാറിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തിരിക്കാൻ പറ്റാത്തത്. അത് നോക്കി വെച്ചാൽ മതി. സൂപ്പറാണ്.
അയ്യോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. നമുക്ക് അങ്ങനെ പ്രൊമോഷൻ ഒന്നും കിട്ടൂല. നമ്മൾ ചാനൽ തുടങ്ങിയല്ലേ ഉള്ളൂ. പ്രൊമോഷന് വേണ്ടിയാണല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ലായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരെ ഇനി ഇവനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ, ഒരാവിയൊക്കെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി അവിടെ വെച്ചാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഇനി അവൻ്റെ അമ്മാമ്മ അവനെ ആവി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഹോസ്പിറ്റൽ സീനൊന്നും എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇനി അവന് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഹോസ്പിറ്റൽ സീനൊന്നും എടുക്കുന്നില്ല, ഷോവായിരിക്കുമല്ലോ ഇതിനെ ചുമ്മാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം. അവൻ്റെ അമ്മാമ്മ അവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്ന് വീട്ടിലേക്ക് വന്ന് ഇനി കുറച്ച് പരിപാടീസ് ഉണ്ട്. ഇന്ന് 2 കല്യാണം. അപ്പോൾ അതിനൊക്കെ ഒന്ന് പോകണം. പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂസ് കാണാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ബ്രേക്ക്. കല്യാണത്തിന് പോകാൻ സമയം. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. നമുക്കിനി കല്യാണ വീട്ടിൽ വെച്ച് കാണാം. അങ്ങനെ പള്ളിയിലെത്തി ഗൈസ്. അപ്പോൾ പള്ളിയിലെത്തിയപ്പോൾ വണ്ടിയുടെ സ്ഥലയിലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പള്ളിയിൽ കയറ്റി വിട്ടിട്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് കിട്ടി, റോഡ് സൈഡ് തന്നെ. പിന്നെ ഇവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കെട്ട് നടക്കുന്ന പള്ളി. ഇത് അമ്മയും ആൻസിയും ഇതാ ഇറങ്ങി നിൽപ്പുണ്ട്. കല്യാണത്തിന് ഹെൽബോയാണ് വന്നത്. BB സൗണ്ട്സിൻ്റെ വണ്ടിയാണ്, സെറ്റ് വണ്ടിയാണ്. നമ്മളങ്ങനെ മണ്ഡപത്തെത്തി. അതിനുശേഷം കഴിക്കാൻ വേണ്ടി കയറിയ സദ്യ സൂപ്പറായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു. കുറച്ച് നാളായി സദ്യ കഴിച്ചിട്ട്. സെറ്റ് സദ്യയായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിക്കാണ് അനന്തുവിനെ കണ്ടത്. കുറച്ച് ദിവസമായി അനന്തുവിനെ കണ്ടിട്ട്. നമ്മുടെ ചെക്കനാണ്. ഹലോ മെച്ചമാരെ, അപ്പോൾ നമ്മൾ വൈകിട്ട് കല്യാണത്തിന് പോകാൻ ഇറങ്ങി. ഇന്ന് നമ്മൾ കല്യാണത്തിന് പോകുന്ന പയ്യൻ ഞാൻ വഴിക്ക് വെച്ച് കണ്ടു പരിചയമായിട്ട് പയ്യനാണ്. ഒരു 7 വർഷത്തെ പരിചയമുണ്ട്. നമ്മളെ സ്വന്തം അനിയനെ പോലെയാണ്. അവ ഇന്ന് കല്യാണം കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അവൻ്റെ വീട്ടിലെ അവൻ്റെ ആൻസി അപ്പോൾ അവന് 3 മണിക്ക് കഴിഞ്ഞായിരുന്നു. ഇനിയാണ് അവൻ്റെ പാർട്ടി. ഞാനും ആൻസിയും ഡ്രസ്സ് ചെയ്ത് ഇനി പോകാനുള്ള തിരക്കിലാണ്. രാവിലെ വിളിച്ചുകൊണ്ട് വന്ന അബിയും കൂടെ വീട്ടിലോട്ടാക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. എൻ്റെ ആൻസിയുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. ആൻസി ഇന്ന് ലുക്കായിരിക്കണം. ശരി, അപ്പോൾ നമുക്ക് ഇറങ്ങാം. മലയങ്കീഴാണ്, ഇനി കുറച്ച് ടൈം എടുക്കും. പോണ വഴിക്കാണ് അല്ലേ ആൻസി? അഭി സെറ്റായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് വീട്ടിൽ പോകാൻ വേണ്ടി. വീട്ടിൽ പോണാടാ? ഇവിടെ നില്ല, നാളെ പോവാം. ഫ്രണ്ട്സിനെ കാണാണ്ട. ശരി, ശാന്താമണിയിട്ടേ പറഞ്ഞ. ശരി ശരി, ഞാൻ വണ്ടി സ്റ്റാർട്ട് ആകട്ടെ. അഭി പോട്ടോടാ, ടാറ്റാ. അടഞ്ഞ് ഗൈസ്, എങ്ങനെ അബിയെ കൊണ്ടുവിട്ട് ഇനി നമ്മൾ നേരെ മലയങ്കീഴാണ്. സമയം താമസിച്ച് 3 മണിക്കാണ് കേട്ട്. വേറെ പാർട്ടി ഉണ്ടോന്ന് തോന്നി, എത്ര തീരുമെന്ന് അറിഞ്ഞൂടെ. അപ്പോ നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, എങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി. നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഓഡിറ്റോറിയം. തിരക്കുണ്ട് നല്ല. ഇതാണ് ചെറുക്കൻ. നമ്മളിനി ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിലാണ്. തിരക്കുണ്ട്. നമ്മൾ അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഒരു രക്ഷയില്ല. ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രമാത്രം ടേസ്റ്റാണ്.
വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കല്യാണത്തിന് വേണ്ടി സണ്ണിച്ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സണ്ണിച്ചേട്ടൻ എന്ന് വെച്ചാൽ നമ്മുടെ ആൻസിയുടെ കസിനാണ്. പിന്നെ കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണ്. മണി 9 ആയി. പള്ളിയിൽ ചിലപ്പോൾ കയറും, കുറച്ച് പരിപാടീസ് ഉണ്ട്, ചിലപ്പോഴേ കയറുള്ളൂ. നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ആൻസി എന്താ പറയാനുള്ള? അതിന് മാത്രമേ വരുള്ളൂ ആൻസി, പേടിക്കണ്ട. ആൻസി എന്ത് ചെയ്യണ? ബിബിൻ ആൻസി 90s കിഡിന്റെ കുഴപ്പം ഇതാണ്. നമ്മൾ പണ്ടേ ഫ്രീക്കാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ആൻസി ഇനി നമുക്ക് എന്താ പരിപാടി? ഉറക്കം പ്രാർത്ഥിക്കണം, അത് കഴിഞ്ഞ് ഉറക്കണം. ഇനി പുതിയ പുതിയ കണ്ടന്റുകൾ വരും കേട്ടെ. ആദ്യത്തെ 2-3 ദിവസമായിട്ടാണ് ഇനി ബന്ധുക്കളും ബാക്കിയുള്ളവരൊക്കെ. ഇനി പുതിയ സ്ഥലങ്ങളൊക്കെയാണ് എൻ്റെ ഈ പുതിയ സ്ഥലങ്ങൾ. അതൊക്കെയാണ് എൻ്റെ ഈ ഇനിയുള്ള ദിവസങ്ങൾ അത് വരും, കുറച്ച് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഈ കല്യാണവും ബന്ധുക്കളെ വീടും ഇതൊക്കെ 2 ദിവസം കൂടെ കാണുള്ളൂ. അപ്പോൾ അടുത്ത മാസം ആദ്യം മുതൽ, ഇനി 2 ദിവസം കൂടെ വരും. അടുത്ത മാസം ആദ്യം മുതൽ നമുക്ക് എല്ലാം സെറ്റാക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആകുന്നവരെ ബൈ.